ദൈവത്തിന് മഹത്വം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വവുമില്ല, കണ്ടാൽ ഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരിക്കുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസ്സുയർന്നുവാനല്ലയോ? ചുടുചോര തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ? മകനേ, മകളേ, നീ മാന്യനായിടുവാ. മകനേ, മകളേ, നീ മാന്യയായിടുവാ. കാൽവരിയിൽ നിനക്കായി പീഡഞ്ഞിടുന്നു, കാൽക്കാരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ആ നല്ല കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തകർക്കപ്പെട്ടു. നമ്മൾ ദൈവത്തിന്റെ വചനം വായിച്ചതുപോലെ ആ യേശു കർത്താവ് അവന്റെ മേൽ പാപം വന്നപ്പോൾ, അല്ലെങ്കിൽ പാപം അവന്റെ മേൽ, മാനവരാശിയുടെ പാപം അവന്റെ മേൽ ആയപ്പോൾ, നമ്മുടെ സകലരുടെയും രോഗം അവൻ ശീലിച്ചവനായി ആ കുരിശിൽ കിടന്നപ്പോൾ, അവന് രൂപഗുണമില്ലാതായി തീർന്നപ്പോൾ, യേശുവിനെ കണ്ടിട്ട് മുഖം മറച്ച് കളയുന്ന അളവിലേക്ക് അവനെ ആ ദുഷ്ട മനുഷ്യർ അടിച്ചു മുറിവേൽപ്പിച്ചപ്പോൾ, അവന്റെ തലയിൽ ആ മുൾക്കിരീടം കുത്തിയിറക്കുമ്പോൾ, ഒരു പരാതിയുമില്ലാത്തവനായി ആ ക്രൂശിൽ നമുക്ക് വേണ്ടി യേശു കർത്താവ് കിടന്നത് നിങ്ങളെയും എന്നെയും സകല മാനവരാശിയും ഓർത്താണ്. നാം എന്താ വിചാരിച്ചത്? മനുഷ്യൻ എന്താണ് ചിന്തിച്ചത്? ദൈവം അവനെ കൈവിട്ടു എന്ന് ചിന്തിച്ചു. ദൈവം അവനെ മറന്നു കളഞ്ഞു എന്ന് വിചാരിച്ചു.
എന്നാൽ ദൈവം മറന്നു കളഞ്ഞതല്ല. യേശു കർത്താവിനെ അല്പസമയത്തിലേക്ക് മരണത്തിനായി, അടിക്കായി, നിന്ദയ്ക്കായി, പരിഹാസത്തിനായി വലിയവനായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വേണം പറയാൻ. ദൈവം അവനെ ആദരിച്ചതില്ലെന്ന് നമ്മളോർത്തെ, പിശാചോർത്ത് ഇവനെ തീർത്തു, ഇനിയും ഇവനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ദൈവവചനം പറയുന്നു, കർത്താവായ യേശുവിനോട് കൂടെ പിതാവിൻ്റെ കരമുണ്ടായിരുന്നു. ലോകം മുഴുവൻ നല്ല വെള്ളിയാഴ്ച ഓർക്കുമ്പോൾ മലയാളി മാത്രം അത് ദുഃഖ വെള്ളിയാഴ്ചയാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച, അതെങ്ങനെയാണ് നല്ല വെള്ളിയാഴ്ചയായി തീർന്നത്? കാരണം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് അത് നല്ല വെള്ളിയാഴ്ചയായി തീർന്നത്. അല്ലെങ്കിൽ അതും ഒരു ദുഃഖമായി തീർന്നേനും. ഈ ലോകത്തിലെല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുന്നത് പോലെ യേശുവിന്റെ കല്ലറയും അടഞ്ഞു കിടന്നിരുന്നെങ്കിൽ അതൊരു ദുഃഖമായി തീർന്നല്ലോ. എന്നാൽ മാനവരാശിക്ക് നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. യേശു കർത്താവ് ആ മരണത്തിൽ എന്നേക്കുമായി തീർന്നു പോയില്ല. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? യേശു കർത്താവ് ഒരിക്കലായി മരിച്ചു, അവൻ എന്നേക്കുമായി ജീവിക്കുന്നു. അതുകൊണ്ട് നാം എല്ലാ വർഷവും ആ യേശു കർത്താവ് അനുഭവിച്ച പീഡ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി പീഡ ഏറ്റെടുത്തു. നമ്മൾ നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശു നമുക്ക് വേണ്ടി ദണ്ഡനം ഏറ്റെടുത്തു. നമുക്കറിയാം, ചില രാജ്യങ്ങളിൽ ഇന്നും ഈ നല്ല വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ദിവസം മനുഷ്യൻ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട്, ദണ്ഡിപ്പിച്ചുകൊണ്ട് കുരിശിൽ കയറി ദൈവത്തിന് അത് പ്രസാദമാകുമെന്ന് വെച്ച് ആ കുരിശിൽ കിടക്കുന്ന ചില ആചാരങ്ങളുണ്ടെന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. കർത്താവ് അത് ചെയ്തു. ഊനമില്ലാത്ത ആടായ യേശു അത് ചെയ്തു. അവനിൽ പാപമില്ല എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. എന്നിട്ട് നമുക്ക് വേണ്ടി അവൻ പാപമായി തീർന്നു. അത് യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഊനമില്ലാത്ത കുഞ്ഞാട് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മളെ തകർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ യേശുവിലേക്ക് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയുകയാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും പ്രശംസിപ്പാനില്ല. ഞങ്ങൾ പ്രശംസിക്കുന്നെങ്കിലോ യേശു കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ ക്രൂശിലേക്ക് ഞങ്ങൾ നോക്കുകയാണ്. നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ ശാപങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ അകൃത്യങ്ങൾ മുഴുവൻ യേശു കർത്താവ് വഹിച്ചു. ഇന്ന് അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലുള്ള സമാധാനമുണ്ട്, യേശു ക്രിസ്തുവിലുള്ള സന്തോഷമുണ്ട്, യേശു ക്രിസ്തുവിലുള്ള നന്മയുണ്ട്. സൃഷ്ടികൾ ഇരുന്നത് പോലെ നമ്മളിന്ന് നിലവിളിക്കുകയല്ല, നമുക്കിന്ന് അബ്ബാ പിതാവേ എന്ന് നേരിട്ട് വിളിക്കാൻ തക്കവണ്ണം, അബ്ബാ പിതാവേ എന്ന് ആ വലിയവനായ ദൈവത്തെ യേശു ക്രിസ്തു മുഖേന നമുക്ക് വിളിക്കുവാൻ തക്കവണ്ണം ആ വലിയവനായ കർത്താവ് നമുക്ക് വഴികൾ തുറന്നു, വാതിലുകൾ തുറന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മക്കളത്രേ, ക്രിസ്തുവിൻ കൂട്ടുവേലക്കാരത്രേ, സ്വർഗത്തിൻ്റെ ഓഹരിക്കാരത്രേ. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് വിശ്വസിച്ചാട്ടെ. മതങ്ങൾ മനുഷ്യനെ പീഡിപ്പിക്കുമ്പോൾ, മതങ്ങൾ ഓരോ വർഷവും ഓരോ മാസങ്ങളും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ പീഡിപ്പിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് യേശു കർത്താവിൽ നമുക്ക് ലഭിച്ച ആ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കണം, നമ്മൾ ആ കർത്താവിൽ ആനന്ദിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവിൽ ആനന്ദിച്ചാട്ടെ. ക്രൂശിനെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഓർക്കണം എന്ത്? യേശു കർത്താവ് ക്രൂശിൽ വഹിച്ചത്. നമ്മൾ ആ യേശു കർത്താവ് ചെയ്തതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ, ആ ക്രൂശിലെ അടി കൊള്ളാൻ ശ്രമിച്ചാൽ നമുക്കത് താങ്ങാൻ കഴിയത്തില്ല. യേശുവിനെ മേൽ അടിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലെ എല്ലുകൾ കാണുമാറ് തകർക്കപ്പെട്ടു നമ്മൾ വായിക്കുന്നു.
യേശു കർത്താവിൻ്റെ മരണം മുന്നമേ എഴുതി വെച്ചതാണ്. യേശു കർത്താവിൻ്റെ ജനനം എഴുതി വെച്ചാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലൂടെ നടക്കുന്നത് എങ്ങനെ ആയിരിക്കുമെന്ന്, എവിടെ ജനിക്കുമെന്ന് മുന്നമേ പ്രവാചകന്മാർ മുഖേന വലിയവനായി ദൈവം വെളിപ്പെടുത്തിയതാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ശിഷ്യന്മാരോട് അവൻ പറഞ്ഞതാണ്. എന്നാൽ പലരും അത് വിശ്വസിച്ചില്ല. എന്നാൽ യേശു കർത്താവ് എന്തൊക്കെ പറഞ്ഞോ, യേശു കർത്താവിന് മേൽ എന്തൊക്കെ പ്രവചനം വന്നോ, അത് ഓരോന്നും നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും പലതും സംഭവിക്കാനുണ്ട്, ഒക്കെയും സംഭവിച്ചിരിക്കും നിശ്ചയം. അതുകൊണ്ട് നമ്മൾ മതത്തിൻ്റെ പുറകെ അല്ല പോകണ്ടേ, മനുഷ്യർ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളുടെ പുറകെ അല്ല പോകണ്ടേ, ഈ ലോകത്തിൽ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ പുറകെ അല്ല പോകേണ്ടത്. സത്യവേദ പുസ്തകം എന്ത് എഴുതി വെച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു, യേശു കർത്താവ് പറഞ്ഞ, യേശു കർത്താവിൻ്റെ ശബ്ദം കേട്ട ശിഷ്യന്മാരെന്ന് പറയുന്നു, അപ്പോസ്തോലിക് ആ പദ്ധതിയിൽ, ആ ദൈവവചനപ്രകാരം പരിശുദ്ധാത്മാവിൽ മുന്നേറാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശുവിൽ മുന്നേറിയട്ടെ. എല്ലാ കാലത്തും എല്ലാ സമയത്തും നമുക്ക് വിളിച്ചു പറയാൻ ഒന്നുണ്ട്, അത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ഈ അന്ത്യകാലഘട്ടത്തിൽ യേശു കർത്താവിൻ്റെ സുവിശേഷം എല്ലായ്പ്പോഴും വിളിച്ചു പറഞ്ഞാട്ടെ, എല്ലാ ദിവസവും. അത് വെള്ളിയാഴ്ച ആയിക്കോട്ടെ, ശനിയാഴ്ച ആയിക്കോട്ടെ, ഞായറാഴ്ച ആയിക്കോട്ടെ, ഏത് ദിവസമായിക്കോട്ടെ, ഏതൊക്കെ സാഹചര്യമായിക്കോട്ടെ, നമുക്ക് വിളിച്ചു പറയാനൊന്നുണ്ട്, അത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. അതുകൊണ്ട് സുവിശേഷത്തെ ലജ്ജിക്കാതെ, യേശു ക്രിസ്തുവിനെ ലജ്ജിക്കാതെ ആ വചനത്തിൽ ഉറച്ചു നിന്നാട്ടെ, യേശു ക്രിസ്തുവിൽ ധൈര്യപ്പെട്ടാട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അവൻ്റെ കൃപ കൊണ്ടും ബലം കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവവചനത്തിൽ ബലപ്പെടുവാൻ പ്രിയപ്പെട്ടവരെ ഇടയാക്കുമാറാകണം. ഏതെങ്കിലും മതത്തിൻ്റെ പദ്ധതിയിൽ കുടുങ്ങിക്കിടക്കാനല്ല, ഏതെങ്കിലും പിശാചിൻ്റെ നുഖത്തിന്മേൽ കുടുങ്ങിക്കിടക്കാനല്ല. പിശാചി കെട്ടിയ കോട്ടകളെ കർത്താവ് തകർത്തല്ലോ, കർത്താവ് മരണത്തെ ജയിച്ചല്ലോ, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നല്ലോ. കർത്താവെ, ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ മഹാസത്യത്തിൽ നിലനിന്നുകൊണ്ട് ക്രിസ്തുവിൽ മുന്നേറാൻ, പരിശുദ്ധാത്മാവിൽ മുന്നേറാൻ, ദൈവവചനത്തിൽ മുന്നേറാൻ കർത്താവ് ഇടയാക്കുമാറാകണം. പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഓരോ ഹൃദയങ്ങളിലും ദൈവിക നന്മ നിറയട്ടെ, ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മേ ഗോഡ് ബ്ലസ് യു. ഷാലോം.